എല്ലാവർക്കും നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ദിതീഷ്. ഗവൺമെൻറ് ITI മലമ്പുഴ മെക്കാനിക് ട്രാക്ടർ ട്രേഡിലെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറാണ്. IC എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഏതാനും കുറച്ച് കൺട്രോളിംഗ് ആൻഡ് ഫോൾട്ട് ഫൈൻഡിംഗ് ഡിവൈസസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് ഡീസൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും വിവിധ സെൻസറുകളുടെ ഉപയോഗവും അവയുടെ പ്രവർത്തന രീതിയും, എന്താണ് ഓൺബോർഡ് ഡയഗ്നോസിസ്റ്റ് എന്നും എൻജിൻ സ്കാൻ ടൂൾസിൻ്റെ ഉപയോഗം എന്താണെന്നും നോക്കാം. എന്താണ് EDC എന്ന് നോക്കാം. ആധുനിക ട്രാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിനുകളുടെ കമ്പഷൻ ചേമ്പറിലേക്ക് കൃത്യമായ അളവിൽ ഇന്ധനം എത്തിക്കുന്നതിനുള്ള ഒരു ഡീസൽ എഞ്ചിൻ ഫ്യുവൽ ഇഞ്ചക്ഷൻ കൺട്രോൾ സിസ്റ്റമാണ് EDC അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ എന്ന് പറയുന്നത്. വിവിധ എൻജിൻ ലോഡുകളിലും കണ്ടീഷൻസിലും ഫ്യുവൽ സപ്ലൈ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഇൻലൈൻ ഡിസ്ട്രിബ്യൂട്ടർ ഡീസൽ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പുകളുടെ മെക്കാനിക്കൽ ഫ്ലൈ വെയ്റ്റ് ഗവർണർമാർക്ക് കാര്യക്ഷമത, പവർ, എമിഷൻ കൺട്രോൾ, ഫ്യുവൽ കൺസംഷൻ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ആയതിനാൽ കാര്യക്ഷമമായ ഡീസൽ എഞ്ചിൻ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് കൃത്യമായ അളവ്, ഡാറ്റ പ്രോസസ്സിംഗ്, ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്, ഫ്ലെക്സിബിലിറ്റി, അനലൈസിസ് എന്നിവയ്ക്ക് കൂടുതൽ കഴിവ് നൽകുന്ന സിസ്റ്റമായ ഇലക്ട്രോണിക് കൺട്രോളുമാണ് ഈ ആവശ്യങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. EDC അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡീസൽ കൺട്രോൾ മെക്കാനിക്കൽ കൺട്രോൾ ഗവർണറെ അപേക്ഷിച്ച് കൂടുതലായി ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. കോമ്പോണൻസിൻ്റെ അടിസ്ഥാനത്തിൽ EDCയെ ഇനി പറയുന്ന 3 പ്രധാന ഗ്രൂപ്പുകളായി വിഭജിച്ചിരിക്കുന്നു. ആദ്യത്തേത് ഓപ്പറേറ്റിംഗ് കണ്ടീഷനുകളും മാറ്റങ്ങളും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഇലക്ട്രോണിക് സെൻസറുകൾ. ഇവ ഫിസിക്കൽ ഇൻപുട്ടുകളുടെ വിശാലമായ ശ്രേണി ഇലക്ട്രിക്കൽ സിഗ്നൽ ഔട്ട്പുട്ടുകളായി കൺവേർട്ട് ചെയ്യുന്നു. അടുത്തത് പ്രോഗ്രാം ചെയ്ത സോഫ്റ്റ്വെയറിന് അനുസൃതമായി വിവിധ സെൻസറുകളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന മൈക്രോ പ്രോസസ്സറുകളുള്ള ECM അല്ലെങ്കിൽ ECU. ഇവ ആക്ച്വേറ്ററുകളിലേക്കും സോളിനോയിഡുകളിലേക്കും ആവശ്യമായ വൈദ്യുതി സിഗ്നലുകൾ നൽകുന്നു. അടുത്തത് കൺട്രോൾ യൂണിറ്റുകളുടെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് സിഗ്നലിനെ മെക്കാനിക്കൽ കൺട്രോൾ മൂവ്മെൻ്റ് ആക്കി മാറ്റുവാൻ ആക്ച്വേറ്റർ അല്ലെങ്കിൽ സോളിനോയിഡുകൾ സഹായിക്കുന്നു. ECU എന്താണെന്ന് നോക്കാം. വിവിധ ഓൺബോർഡ് സെൻസറുകൾ, മെമ്മറി യൂണിറ്റുകൾ, അനലോഗ് മുതൽ ഡിജിറ്റൽ കൺവേർട്ടറുകൾ, ഔട്ട്പുട്ട് ഇൻ്റർഫേസ് യൂണിറ്റുകൾ എന്നിവയിൽ നിന്നുള്ള സിഗ്നലുകൾ ECU ശേഖരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു. പാരാമീറ്റേഴ്സ് അനുസരിച്ച് വ്യത്യസ്ത ഇഗ്നിഷൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ മാപ്പുകൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. ഇത് ആപ്ലിക്കേഷനെ ആശ്രയിച്ച് നിർദ്ദിഷ്ട എഞ്ചിനും വാഹന ആവശ്യകതകളുമായി പൊരുത്തപ്പെടാൻ ECUവിനെ അനുവദിക്കുന്നു. ഹാർഡ്വെയർ മോഡിഫിക്കേഷൻ ആവശ്യമില്ലാതെ തന്നെ ECUവിൻ്റെ ഓപ്പണിംഗ് സോഫ്റ്റ്വെയർ വിവിധതരം എഞ്ചിനുകൾക്ക് അനുയോജ്യമാക്കാം. ECU സാധാരണയായി ക്യാബിനിലോ ചില സാഹചര്യങ്ങളിൽ എഞ്ചിൻ ബേയിലോ അനുയോജ്യമായ സ്ഥാനത്ത് ഇവ ഘടിപ്പിക്കാറുണ്ട്. എൻവിറോൺമെൻ്റൽ കണ്ടീഷൻസ് അനുസരിച്ച് ECU കൂളിംഗ് ആവശ്യമായി വരാം. മാത്രമല്ല പൊടി, ചൂട്, വൈബ്രേഷൻ എന്നിവയിൽ നിന്നും സംരക്ഷണം ECUവിന് അത്യാവശ്യമാണ്.
സെൻസറുകൾ. ഒരു സെൻസർ എന്നത് ഒരു ഡിവൈസോ മൊഡ്യൂളോ മെഷീൻ അല്ലെങ്കിൽ സബ്സിസ്റ്റമോ ആവാം. അതിൻ്റെ പരിധിയിലുള്ള സംഭവങ്ങളോ മാറ്റങ്ങളോ കണ്ടെത്തുകയും വിവരങ്ങൾ മറ്റു ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം സെൻസറുകൾ നാം ഇന്ന് വ്യാപകമായി വാഹനങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഏതാനും ചില സെൻസറുകളുടെ പേരുവിവരങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആക്ച്വേറ്റേഴ്സ് ആൻഡ് സോളിനോയിഡ്സ്. വൈദ്യുതി സിഗ്നലുകളെ മെക്കാനിക്കൽ പ്രവർത്തനത്തിലേക്ക് മാറ്റുന്നതിന് ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ച്വേറ്ററുകൾ സാധാരണയായി ഫ്യുവൽ പമ്പിൽ ഉറപ്പിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഫ്യുവൽ റാക്ക് ആക്ച്വേറ്റർ അല്ലെങ്കിൽ ഫ്യുവൽ സ്റ്റോപ്പ് സോളിനോയിഡ് എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള സിഗ്നലുകളെ ആശ്രയിച്ച് ഫ്യുവൽ സപ്ലൈ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്യുവൽ സപ്ലൈ പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനത്തിനാണ് ഇത്തരം ആക്ച്വേറ്റേഴ്സ് അല്ലെങ്കിൽ സോളിനോയിഡ്സ് ഉപയോഗിക്കുന്നത്. എന്താണ് ക്രാങ്ക്ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ അല്ലെങ്കിൽ എൻജിൻ സ്പീഡ് സെൻസർ എന്ന് നോക്കാം. ഇത്തരം സെൻസർ ക്രാങ്ക്ഷാഫ്റ്റ് ടൈമിംഗ് ഗിയറിനോ ഫ്ലൈവീലിനോ സമീപമായി ഘടിപ്പിച്ചിരിക്കുന്നു. സെൻസർ യൂണിറ്റ് ഒരു മാഗ്നറ്റിക് പിക്കപ്പ് ടൈപ്പ് അല്ലെങ്കിൽ MPU ടൈപ്പ് ആണ്. ക്രാങ്ക്ഷാഫ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എൻജിൻ സ്പീഡ് പൾസർ ഗിയർ സെൻസർ സെക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ സെൻസറിനുള്ളിലെ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മാറുകയും AC വോൾട്ടേജ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ AC വോൾട്ടേജിനെ ECU ഡിറ്റക്ഷൻ സിഗ്നലായി ഡിറ്റക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇത്തരം സെൻസറുകൾ പ്രവർത്തിക്കുന്നത്. എൻജിൻ സ്പീഡ് പൾസറിൽ ഉള്ള പൾസസുകളുടെ എണ്ണം സെൻസർ ഘടിപ്പിച്ചിട്ടുള്ള എൻജിൻ്റെ സ്പെസിഫിക്കേഷനുമായി ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. സിലിണ്ടർ റെക്കഗ്നിഷൻ സെൻസർ അഥവാ TDCG സെൻസർ എന്താണെന്ന് നോക്കാം. സാധാരണയായി സപ്ലൈ പമ്പ് യൂണിറ്റിൽ ഇത്തരം സെൻസറുകൾ ഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ചില സിസ്റ്റത്തിൽ സപ്ലൈ പമ്പ് ടൈമിംഗ് ഗിയറിന് അടുത്തായിട്ടാണ് ഇവ ഘടിപ്പിക്കാറുള്ളത്. ഇത്തരം സെൻസറുകൾ MPU ടൈപ്പും MRE ടൈപ്പും ഉണ്ട്. MPU എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് പിക്കപ്പ് ടൈപ്പ് എന്നുള്ളതാണ്. MREയുടെ പൂർണ്ണരൂപം മാഗ്നറ്റിക് റെസിസ്റ്റൻസ് എലമെൻറ്റ് എന്നുള്ളതുമാണ്. MPU ടൈപ്പ് ക്രാങ്ക്ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിന് തുല്യമായാണ് ഇവയുടെ പ്രവർത്തന രീതി. MRE ടൈപ്പിൽ ചിത്രത്തിലുള്ള പൾസർ എന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഈ പൾസർ സെൻസർ സെക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് റെസിസ്റ്റൻസിൽ ഉണ്ടാക്കുന്ന മാറ്റം, ഇതുമൂലം വോൾട്ടേജ് ഉണ്ടാകുന്ന മാറ്റം ECUയിലേക്കുള്ള ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നു. ഇങ്ങനെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. TDC പൾസറിലുള്ള പൾസസുകളുടെ എണ്ണം സെൻസർ ഘടിപ്പിച്ചിട്ടുള്ള എൻജിൻ്റെ സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നു. ഇതാണ് ആക്സിലറേറ്റർ പൊസിഷൻ സെൻസർ എന്ന് നോക്കാം. ഇത്തരം സെൻസർ ആക്സിലറേറ്ററിൻ്റെ ഓപ്പണിങ്ങിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യുകയും എൻജിൻ ECUവിലേക്ക് ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു. ഇത്തരം സെൻസറുകൾ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് ഹോൾ എലമെൻറ്റ് ടൈപ്പും മറ്റൊന്ന് കോണ്ടാക്റ്റ് ടൈപ്പുമാണ്. ആദ്യമായി കോണ്ടാക്റ്റ് ടൈപ്പ് സെൻസർ എന്താണെന്ന് നോക്കാം. ഇത്തരം സെൻസറിൽ കോണ്ടാക്റ്റ് ടൈപ്പ് വേരിയബിൾ റെസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ലിവർ ആക്സിലേറ്റർ പെഡലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ സെൻസർ
റെസിസ്റ്റൻസ് വാല്യൂ ആക്സിലേറ്റർ പെഡൽ ഓപ്പണിംഗ് ആവുമ്പോൾ വ്യത്യാസപ്പെടുന്നു. ആയതിനാൽ സെൻസറിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജിലുണ്ടാകുന്ന മാറ്റം ഈ വോൾട്ടേജ് എൻജിൻ ECUവിലേക്ക് ആക്സിലേറ്റർ ഓപ്പണിംഗ് സിഗ്നലായി ഇൻപുട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് ഇത്തരം സെൻസറുകൾ പ്രവർത്തിക്കുന്നത്. എന്താണ് ഹോൾ എലമെൻറ്റ് ടൈപ്പ് സെൻസേഴ്സ് എന്ന് നോക്കാം. ഇത്തരം സെൻസർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സഹായത്താൽ വോൾട്ടേജ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ഹോൾ എലമെൻറ്റ് ഉപയോഗിക്കുന്നു. ആക്സിലറേറ്റർ പെഡൽ ആയി ബന്ധിപ്പിച്ച് കറങ്ങുന്ന ഷാഫ്റ്റിൽ ഒരു മാഗ്നറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ ഹോൾ എലമെൻറ്റിൻ്റെ മാഗ്നറ്റ് ഫീൽഡിൽ ഉണ്ടാകുന്ന മാറ്റം മാഗ്നറ്റ് ഫീൽഡിലെ ഒരു വോൾട്ടേജ് സൃഷ്ടിക്കുകയും ഈ വോൾട്ടേജ് ആംപ്ലിഫയറിനും എൻജിൻ ECU ഇൻപുട്ടിലോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് ഇത്തരം സെൻസറുകൾ പ്രവർത്തിക്കുന്നത്. ഇൻടേക്ക് ടെമ്പറേച്ചർ സെൻസർ. ഇത്തരം സെൻസറുകൾ ടർബോ ചാർജറിലൂടെ കടന്നുവരുന്ന ഇൻടേക്ക് എയറിൻ്റെ ടെമ്പറേച്ചർ കണ്ടെത്തുവാൻ സഹായിക്കുന്നു. ടെമ്പറേച്ചർ ഡിറ്റക്റ്റ് ചെയ്യുന്ന സെൻസറിൽ ഒരു തെർമിസ്റ്റർ അടങ്ങിയിരിക്കും. എയർ ടെമ്പറേച്ചറിലുണ്ടാകുന്ന മാറ്റം അതിനനുസരിച്ച് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മാറുകയും ഇങ്ങനെ ഇൻടേക്ക് എയറിൻ്റെ താപനില കണ്ടെത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാസ് എയർ ഫ്ലോ മീറ്റർ. എയർ ക്ലീനറിന് പിന്നിലായി ഇവ ഘടിപ്പിക്കുന്നു. ഇൻടേക്ക് എയർ ഫ്ലോ അളവ് ഡിറ്റക്റ്റ് ചെയ്യുവാൻ ഇവ സഹായിക്കുന്നു. ഇത്തരം സെൻസർ ഒരു ഹോട്ട് വയർ ടൈപ്പാണ്. ഹോട്ട് വയറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഈ പ്രവണത ഇൻടേക്ക് എയറിൻ്റെ ക്വാണ്ടിറ്റി അളക്കുവാൻ സഹായിക്കുന്നു. ഇങ്ങനെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ. ഇത്തരം സെൻസറുകൾ സിലിണ്ടർ ബ്ലോക്കിൽ ആണ് ഘടിപ്പിച്ചിട്ടുള്ളത്. കൂളൻ്റ് ടെമ്പറേച്ചർ കണ്ടെത്തുവാനും ഇവ സഹായിക്കുന്നു. ഇത്തരം സെൻസറുകൾ ഒരു തെർമിസ്റ്റർ ടൈപ്പാണ്. ഫ്യുവൽ ടെമ്പറേച്ചർ സെൻസർ. ഫ്യുവലിൻ്റെ ടെമ്പറേച്ചർ കണ്ടെത്തുവാൻ സഹായിക്കുന്ന ഒരു തെർമിസ്റ്റർ ടൈപ്പ് സെൻസറാണിത്. ഈ സെൻസർ സപ്ലൈ പമ്പ് യൂണിറ്റിലായിട്ടാണ് സാധാരണയായി ഘടിപ്പിക്കാറുള്ളത്. OBD ഡയഗ്നോസ്റ്റിക്സ് അഥവാ ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. OBD എന്നത് ഒരു വാഹനത്തിൻ്റെ സ്വയം രോഗനിർണയത്തെയും റിപ്പോർട്ടിംഗ് ശേഷിയെയും സൂചിപ്പിക്കുന്നു. OBD സംവിധാനങ്ങൾ ടെക്നീഷ്യന് അസസ് നൽകുന്നു. വിവിധ വാഹന സബ്സിസ്റ്റങ്ങളുടെ സ്റ്റാറ്റസ് OBDയുടെ ആദ്യകാല വേർഷനിൽ ഒരു പ്രോബ്ലം കണ്ടെത്തിയാൽ ഒരു മാൾഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റ് മാത്രമാണ് പ്രകാശിപ്പിക്കുക. പക്ഷേ പ്രശ്നത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ ഒരു ഇൻഫർമേഷനും നൽകാറില്ല. ആധുനിക OBD ഇംപ്ലിമെൻറ്റേഷനിലൂടെ ഒരു സ്റ്റാൻഡേർഡൈസ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഉപയോഗിച്ച് സ്റ്റാൻഡേർഡൈസ് ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡുകൾ അല്ലെങ്കിൽ DTCകൾക്ക് പുറമെ എൻജിനിലെ തകരാറുകൾ വേഗത്തിൽ തിരിച്ചറിയാനും ശരിയാക്കാനും ടെക്നീഷ്യനെ സഹായിക്കുന്നു. എൻജിൻ സ്കാൻ ടൂൾസ്. OBD ഫംഗ്ഷനുകൾ അസസ് ചെയ്യുന്നതിന് OBD കണക്ടറിലേക്ക് പ്ലഗ് ചെയ്യുന്ന വിവിധ ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. ലളിതമായ ജനറിക് കൺസ്യൂമർ ലെവൽ ഉപകരണങ്ങൾ മുതൽ ഡീലർഷിപ്പിൽ ഉപയോഗിക്കുന്ന ആധുനിക OEM ഉപകരണങ്ങൾ വരെ ഇവയിൽ ഉൾപ്പെടുന്നു. എൻജിൻ സ്കാൻ ടൂൾസുകളെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാവുന്നതാണ്. ആദ്യത്തേത് ഹാൻഡ് ഹെൽഡ് സ്കാൻ ടൂൾസ്, രണ്ടാമത്തേത് മൊബൈൽ ഡിവൈസ്
ബേസ്ഡ് സ്കാൻ ടൂൾസ്, മൂന്നാമത്തേത് PC അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് സ്കാൻ ടൂൾസ് എന്നിവയാണ്. എന്താണ് ഹാൻഡ് ഹെൽഡ് സ്കാൻ ടൂൾസ് എന്ന് നോക്കാം. അനായാസം കയ്യിൽ കൊണ്ട് നടക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ കയ്യിൽ കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കാൻ ടൂൾസ് ആണ് ഇത്. ഇത്തരം സ്കാൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോൾട്ട് കോഡുകൾ റീഡ് ചെയ്യാൻ മാത്രമാണ് കഴിയുക. അതുപോലെ തന്നെ ഇത്തരം സ്കാൻ ടൂൾസുകൾ കൂടുതലായും കൺസ്യൂമർ ലെവലിലാണ് ഉപയോഗിച്ചു വരുന്നത്. രണ്ടാമത്തെ ടൈപ്പായ മൊബൈൽ ഡിവൈസ് ബേസ്ഡ് സ്കാൻ ടൂൾ എന്താണെന്ന് നോക്കാം. സെൽഫോണുകൾ, ടാബ്ലറ്റുകൾ എന്നിവ പോലുള്ള മൊബൈൽ ഡിവൈസസ് ആപ്ലിക്കേഷനുകൾ USB അഡാപ്റ്റർ, കേബിളുകൾ, ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വൈഫൈയുടെ സഹായത്താൽ ഫോൾട്ട് കോഡുകളെ അസസ് ചെയ്യാൻ സഹായിക്കുന്നു. PC അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് സ്കാൻ ടൂൾ എന്താണെന്ന് നോക്കാം. OBD ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക്സ് ട്യൂബ് സിഗ്നലുകളെ സീരിയൽ ഡാറ്റയിലേക്ക് USB അല്ലെങ്കിൽ സീരിയൽ പോർട്ടുകൾ വഴി സ്റ്റാൻഡേർഡ് PCകളിലേക്കോ മറ്റും കൺവേർട്ട് ചെയ്യുന്ന PC അടിസ്ഥാനമാക്കിയിട്ടുള്ള അഥവാ കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയിട്ടുള്ള OBD അനലൈസസ് ടൂളാണിത്. സോഫ്റ്റ്വെയറിൽ ലഭിച്ച ഡാറ്റ ഒരു വിഷ്വൽ ഡിസ്പ്ലേയിലേക്ക് ഡീകോഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത. അടുത്ത് ഹാൻഡ് ഹെൽഡ് സ്കാൻ ടൂൾസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പുറമെ PC അടിസ്ഥാനമാക്കിയിട്ടുള്ള ടൂൾസിൻ്റെ സാധാരണയായി ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഡാറ്റ ലോഗിങ്ങിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ആവശ്യമാണ്. ഹാൻഡ് ഹെൽഡ് ഉപകരണങ്ങളെക്കാൾ ഉയർന്ന റെസൊല്യൂഷനുള്ള സ്ക്രീൻ പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു. ഒന്നിലധികം സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ ഉപയോഗിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഒരു PC അടിസ്ഥാനമാക്കിയിട്ടുള്ള സ്കാൻ ടൂളിൻ്റെ പ്രത്യേകതകൾ. This section examines the Electronic Control Unit, or ECU. The ECU is a microcomputer. It's constructed from printed circuitry and contains a large number of electrical components, including many semiconductor devices. Its input devices receive data as electrical signals. They come from sensors and components at various locations around the engine. Its processing unit compares incoming data with data stored in a memory unit. The memory unit contains basic data about how the engine is to operate. And an output device pulses the electrical circuit of the solenoid type injection valves. It is normally located in a safe place behind a kick panel in the footwell, under the passenger seat or in the boot, and connected by a multi-plug or plugs to the vehicle's wiring harness. The core function of a basic ECU in an EFI system is to control the pulse width of the injector. More sophisticated models also control other functions, such as idle speed, ignition timing, and the fuel pump. These wider systems are called engine management systems. The more precise control they allow is very effective in reducing fuel consumption and exhaust emissions. The ECU adjusts quickly to changing conditions by using what are called programmed characteristic maps, stored in the memory unit. They are programmed into the ECU just as data is programmed into a computer. Characteristics means the engine's operating conditions, and they are called maps because they map all of the operating conditions for the engine. They're constructed first from dynamometer tests, then fine-tuned to optimize the operating conditions. This data is stored electronically. Ignition timing is crucial in this process. Between one spark and the next, the ECU uses data it receives on engine load and speed to determine when the next ignition point will occur. It can also correct the map value using extra information such as engine coolant temperature, intake air temperature,
or throttle position. Putting all of this together, it arrives at the best ignition point for that operating condition.